തണ്ണിമത്തന് മുറിക്കാനുള്ള പരിപാടിക്ക് പോകുമ്പോഴാണ് നമ്മൾ അച്ഛനൊക്കെ വിളിച്ച് പറഞ്ഞത് ഇവിടെ ചെമ്മീൻ തോലിച്ച് അതിൻ്റെ കുയ്യുത്തിട്ട് കുഴിച്ചിടാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി പോവാണ്. ഓക്കെ, ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ കൈക്കോട്ടൊക്കെ എടുത്തിട്ട് കുയ്യുത്താൻ വേണ്ടി ഇറങ്ങാണ്. ഇതിൻ്റെ ഇടയിലാ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഗൈസ്. അങ്ങനെ രണ്ട് കൽപ്പിച്ച് ഞാൻ കുയ്യുത്താൻ വേണ്ടി ഇറങ്ങി ഗൈസ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ കൈക്കോട്ടൊക്കെ ഇട്ടുന്ന പറമ്പിലേക്കൊക്കെ ഇറങ്ങുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ പറമ്പിലൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നമ്മൾ കുയ്യ് കുത്തുന്നതും അതേപോലെ തന്നെ ഇളക്കുന്നത് അങ്ങനത്തെ എനിക്ക് ഇഷ്ടമാണ്. നമ്മളെ കൊണ്ട് ഒരു പണി എടുപ്പിക്കുകയാണെങ്കിൽ ഗൾഫിലും പണി ഇവിടെയും പണി. ഞാൻ കുത്തുന്ന വലിയൊരു കുയ്യാണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പരിപാടി കുയ്യ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അസിനെ ചെമ്മീനോടൊക്കെ എടുത്ത് കൊടുക്കുന്നത് അത് നമ്മൾ കുഴിച്ച് കുയിലിട്ട് എന്നിട്ട് കുഴി മൂടി ഫുള്ളായിട്ട്. കഴിച്ച് അപ്പോൾ നമ്മൾ ഇന്നത്തെ ദൗത്യം ക്ലീൻ ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് പരിപാടി വരും. പിന്നെ നമ്മൾ കൈക്കോട്ടിലെ മണ്ണൊക്കെ കൈ കളഞ്ഞ് ഫുള്ള് ക്ലീൻ ആക്കി സെറ്റാക്കി വെച്ച് നെക്സ്റ്റ് പരിപാടി നമ്മൾ പിടിച്ച് തണ്ണിമത്തന ഉണ്ടാക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടമുള്ള സാധനമാണ് ഈ തണ്ണിമത്തന്. അത് വെച്ചിട്ടൊരു വെറൈറ്റി പരിപാടിയല്ല, എല്ലാവരും ഉണ്ടാക്കുന്ന സെറ്റ് ഒരു പരിപാടിയാണ്. അതിന് വേണ്ടി തണ്ണിമത്തം എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ഗജനി സ്റ്റൈൽ ട്രൈ ചെയ്യും. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ നോക്കിയതാണ്. പിന്നെ നമ്മൾ പരിപാടി റീസ്റ്റാർട്ട് ആക്കി. ഇതിൻ്റെ മിക്സ് ആക്കാനുള്ള മിൽക്ക് എടുത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തണ്ണിമത്തനിക്ക് മിൽക്ക് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ആഡാക്കി അതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് പിന്നെ കുറച്ചുകൂടെ പഞ്ചസാര ഇട്ട് കൊടുത്ത് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. സാധനം സെറ്റ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. തണ്ണിമത്തൻ്റെ തോട് മാർഷമോളൊരു ഡെക്കറേഷൻ പിള്ളേരോരോ ഫാഷന്. അത്രയുള്ളൂ. ഓക്കെ ബൈ.